ഗൈസ്, വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലമി. ഫൺ ഫാലമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നത്താണ്. ലക്ഷ്മിയുടെ വീടിന് മുമ്പിൽ നിൽക്കുക. ഞാൻ ലക്ഷ്മിയാണെന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ ഹസ്ബൻഡിനിട്ട് ഒരു പണി കൊടുക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. പ്ലസ് ചെറിയൊരു ഗെയിം സെഷനും ഒക്കെ ആയിട്ട് നമുക്കിന്ന് അങ്ങോട്ട് വൈബാക്കാം അല്ലേ? വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചു. ഓക്കെ, അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? ഹസ്ബൻഡ് ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, വരും. അപ്പൊ വെൽക്കം ടു ഫൺ ഫാലമി. ഞാൻ എവിടുന്ന എന്താന്നൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിയാം, അപ്പൊ പ്രിപ്പയർ ആയിട്ടിരിക്കുകയല്ലേ? അപ്പൊ എന്തായാലും ബിഫോർ ദാറ്റ് ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടട്ടെ. ലക്ഷ്മി എനിക്കറിയാം. ലക്ഷ്മി ഇപ്പൊ ഞാൻ എന്താ വർത്താനം പറഞ്ഞ് വന്നു. ലക്ഷ്മിയാണല്ലോ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ബാക്കി എല്ലാരും ഒന്ന് പരിചയപ്പെട്ടു. അങ്കിളുടെ പേരെന്താ? സുരേഷ്. അങ്കിൾ എന്താ ചെയ്യുന്നത്? ഞാൻ മെയിൻലി ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ട്. അതിന് പുറമെ ഒരു HRD പ്രൊഫഷണൽ ട്രെയിനറാണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്. ഓ, ഓക്കെ. ആന്റി എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്, ടീച്ചറാണ്. ഓ, ഓക്കെ. ഇവിടെ തന്നെയാണോ? അല്ല, ഇടപ്പാളാണ്. ഓക്കെ. പേരെന്താ ആന്റി? ശ്രീലത. ഓക്കെ. ലക്ഷ്മി? ഞാനിപ്പോൾ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ്. ഞാൻ ഡോക്ടറാണ്. ഇപ്പോൾ ഗൈനക്കോളജിയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. ഓക്കെ. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഗൈനക്കോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാ അപ്പോ? ഞാനിപ്പോൾ അമൃതയിലാണ് ചെയ്യുന്നത്. അവിടെ PG സെക്കൻഡ് ഇയർ ആയി. ഓ, എറണാകുളത്താണ്. അപ്പം പോയി വരികയാണോ? അവിടെ നിൽക്കുകയാണോ? ഹോസ്റ്റലിലാണ് നിൽക്കുകയാണല്ലേ? അപ്പൊ ആനന്ദിനെ മിസ് ചെയ്യും. ഓ, ആനന്ദാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ആനന്ദ് എന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ് ആണ്, തൃശ്ശൂർ തന്നെയാണ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ ഷോറൂമാണ്. ഓക്കെ. അപ്പൊ ഫേവറേറ്റ് ബൈക്ക് ഏതായിരിക്കും ഞാൻ ചോദിക്കണ്ടല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാരും പരിചയപ്പെട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആരാ? ആന്റി അല്ലാതെ? അത് പറയാനില്ലല്ലോ, ഞാനാണ്. ഓ, ആണോ? ശരിക്കും ആനന്ദ് എങ്ങനെയാ? ലക്ഷ്മി കുക്ക് ചെയ്യുവോ? അടുത്തിരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്നതന്നെ ഞാൻ പറയും. അപ്പൊ ഈ നന്നായി ചെയ്യാറുണ്ട്. ഒരുവിധം എല്ലാവിധം യൂട്യൂബ് കണ്ടിട്ടാണെങ്കിൽ പോലും എല്ലാവരും യൂട്യൂബ് കണ്ടാലും നമുക്കൊരു ബേസിക് സ്കിൽ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ അല്ലേ ലക്ഷ്മി? യൂട്യൂബ് കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു ബേസിക് സാധനം വേണം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മതിയോടാ? അപ്പൊ നമ്മളിങ്ങനെ പൊതുവെ ഒരു വീട്ടിലെ ജോലികൾ എന്നൊക്കെ പറയുമ്പോഴേ ഇവര് രണ്ടുപേരും അല്ലാതെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാർട്ടിസിപ്പേഷൻ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? ഓ, അതാണ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന സൺഡേസ് ഒക്കെ നമ്മള് ഇപ്പൊ ക്ലീനിങ് ആണെങ്കിലും അങ്ങനത്തെ ഇതിലൊക്കെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യണ പോലെ ഞങ്ങള് നിക്കും. മറ്റിങ്ങനെ അഭിനയിക്കും അതവിടെ ഇതിവിടെ ആണോ? കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വൈകിട്ട് ഇവരെത്തുമ്പോ എടപ്പാളെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 hour ജേണി, 1 മണിക്കൂറുണ്ട്. എത്തുമ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ എത്തുമ്പോൾ. അപ്പോൾ പ്രധാന പരിപാടി എന്താ വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ചായ ഉണ്ടാക്കൂട്ടോ എന്ന് പറയും. ആ പരിപാടി ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞാൻ ചായ ഉണ്ടാക്കി കിട്ടോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്കിള് ചായ ഉണ്ടാക്കും, ഞാൻ ചായ ഉണ്ടാക്കും കേട്ടോ എന്നാ പറയാൻ വന്നത്. ഓർഡർ ഇടും, അത് ഉണ്ടാക്കല് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ചായ ഉണ്ടാക്കല് ഞങ്ങളാണ്, ഞാൻ അല്ലെങ്കിൽ അവ ഉണ്ടാക്കും. ഓ, ഓക്കെ. ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് ചായ, അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസിംഗ് ദ ബോൾ ഒക്കെ പോലെ അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നു. ആനന്ദിന്റെ പേരൻസ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ഈ കാര്യത്തിലേക്ക് കിടക്കാം. ലക്ഷ്മി പറഞ്ഞു, എന്താ അപ്പൊ നമ്മൾ പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണ്. നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർവൈസ് ചെയ്യും. ഇത് ഞാൻ സൂപ്പർവൈസ് ചെയ്യും, ആനന്ദ് ക്ലീൻ ചെയ്യും. അത് പ്രത്യേകിച്ച് കബേർഡ് ആണ്. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനാണല്ലോ മെയിൻ ആയിട്ട് എല്ലായിടത്തും വീട്ടിൽ അടി ഉണ്ടാവും. ഡ്രസ്സ് മടക്കി വെക്കുന്നു, വൃത്തിയാക്കി വെക്കുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഡീസന്റ് പണിയാ കൊടുത്തേക്കുന്നത്. അപ്പം കബേർഡ് ആരുടെ കബേർഡാണ്? അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കബേർഡാണോ അതോ ഫുൾ ഫാമിലിയുടെ മൊത്തം? ഒരു കോമൺ കബേർഡ് ആണ് അത്. അപ്പൊ അതിനകത്ത് എല്ലാം അടുക്കി പറക്കി വെക്കുക, മടക്കി വൃത്തിയാക്കി വെക്കുക, സോർട്ട് ചെയ്യുക അല്ലേ? വൃത്തിയായിട്ട്. ചെറുതാണെന്ന് കേട്ടിട്ടല്ലേ? ചെറുതാ അല്ലേ? അപ്പൊ ആനന്ദ് റെഡിയാണോ ചെയ്യാനായിട്ട്? ഞാനും ആന്റി അങ്കിളും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി
കബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ. പക്ഷേ ലക്ഷ്മി ഹെൽപ്പ് ചെയ്യരുത്. ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ കൈയും കെട്ടി നിന്നിട്ട് അങ്ങോട്ട് ഓർഡർ എടുക്കുക, അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഫുൾ പണി ആനന്ദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആൻഡ് അത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാൻ, എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ പോയി ജോലി അങ്ങോട്ട് വേഗം തുടങ്ങിക്കോ. അപ്പൊ നമുക്കിത് വൃത്തിയാക്കാം. ഏതാണ്? കോമൺ അല്ലേ എല്ലാവരുടെയും. ഷർട്ടില്ല, ജീൻസ് ഇല്ല, തേച്ചതില്ല, ഇത് വൃത്തിയാക്കണം അല്ലേ? മടക്കിയതില്ല. അതെ, വൃത്തിയാക്കി ഇങ്ങനെ വെച്ചാ പോലെ. വൈറ്റ് വേറെ, കളറ് വേറെ. ആ അങ്ങനെ ഇത് കളറുള്ളത് ഇവിടെ ഇങ്ങനെ ആക്കിയാ മതി, പോലെ. മതി. ഇങ്ങനെയല്ലേ ഉദ്ദേശം വൃത്തിയാക്കല്? എങ്ങനെയല്ല, പിന്നെ? മടക്കി. അയ്യാ, മടക്കി. ഇങ്ങനെ 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 ഇതിപ്പോ മടക്കിയിട്ടല്ലേ? ഞാൻ കാണിച്ചു തരാം. അല്ലല്ല, ഇനി ഇനി ഇത് മടക്കി വെച്ചിട്ട് അടുത്ത് വിളിക്കാം. അല്ല, മൊത്തം മടക്കിയിട്ടിട്ട് തുടങ്ങിക്കോ. തിരുമ്പ പണി തരാം. പിന്നെ വന്ന പൂത മതി മതി. ഇതാര്യ എന്താന്നൊന്നും എന്നോട് ചോദിക്കരുത്. വീട്ടിലുള്ള എല്ലാ ജനങ്ങളുടെ മതി മതി. ഇത് കളറെല്ലാം വേറെ. വേണമെങ്കിൽ നമുക്ക് റെഡും ബ്ലൂ അങ്ങനെ വെക്കണം. റെഡ് ബ്ലൂ ഇടയിലേക്ക് അത് വേണ്ട, അത് ശരിയാവില്ല. ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇത് മടക്കിയിട്ടില്ലല്ലോ. അത് മടക്കി കണ്ട നോക്കിയേക്ക്, നല്ല വൃത്തിയിൽ മടങ്ങിയിട്ടല്ലേ? നടക്കൂല, ശരിക്കും മടക്കണം. ഇത് പറ്റൂല. പറ്റില്ലേ? ഇടട്ടെ ബാക്കിയും കൂടി. അത് കഴിയട്ടെ. എത്ര ഡ്രസ്സ് വാങ്ങാണ്ട് നിന്നാ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ, മുടക്കണ്ടല്ലോ. ഓരോ പരിപാടിക്ക് ഓരോ ഡ്രസ് എങ്ങനെ ഇടും? ഇതൊന്നും ശരിയാവുന്നില്ല. ഇത് ഇങ്ങനെ അതാണ് ഇത് ഷേപ്പ് എങ്ങനെയാ? അല്ലല്ല, ഷോൾ മാത്രമേ വാങ്ങുള്ളൂ, ചുരിദാറൊന്നുമില്ലേ? ഇല്ല, എല്ലാം ഉണ്ട്. ഇനി ചുരിദാർ വേണം? അല്ല സാരി വേണം? അല്ല, വേണ്ട വേണ്ട വേണ്ട. സാരി വേണമെങ്കിൽ സാരിയൊക്കെ നമ്മൾ വൃത്തിയിൽ, സാരി ഉണ്ട്. സാരിയൊക്കെ വൃത്തിയിൽ സെറ്റാക്കി വെച്ചേക്കണം. അതിനിപ്പോ നമ്മൾ നിവർത്തി പ്രശ്നമാക്കണ്ട. അല്ലല്ല, ഇതൊന്നും ശരിക്കും മടക്കിയിട്ടില്ല. ഇല്ല, അതൊക്കെ വൃത്തിയാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച മടക്കി വെച്ചേ ഉള്ളൂ. അയ്യാ, ആര്? ഞാൻ മൊത്തം ഷോളാണ്. ഇതാ പിടിച്ചോ. ഇത് വൃത്തിയായില്ല. വൃത്തിയാണ്. എന്ത് വൃത്തിയായിട്ടായിരിക്കണം? ഇല്ല, ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ എന്താ ഗുണം അറിയോ? ഇപ്പൊ പിങ്ക് ഷോൾ വേണമെങ്കിൽ എടുക്കാൻ എളുപ്പമാണ്. എല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇല്ല, ഇത് അടുക്കി വെക്കണം. ഓക്കെ, ഇനി ഒരു സാരി മടക്കാം, കുറച്ച് സാരി. സാരി അത് മടക്കിയിട്ടില്ല. ഇത് മടക്കാൻ പോകണുള്ളൂ. രണ്ടാമത്തെ വട്ടം. ഇത് നമ്മള് ഹോളിക്ക് വാങ്ങിയതാ. ടിപ് ടോപ്പാ? ഇല്ല, ഇതൊക്കെ വൃത്തിയായിട്ട് ഇത് വൃത്തിയായിട്ട് നോക്കാം. ഒരു സാരിയും കൂടിയാണ്. സാരി ഇത് അവിടെ ഉണ്ടാവുമല്ലോ. ഇത് അവിടെ തന്നെ അല്ല, ഞാൻ സ്ഥലം റെഡിയാക്കിയതാ. സാധനം കണ്ടേ? എത്ര കിട്ടി? ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. പോളിടെക്നിക്കിലൊക്കെ പോയതല്ലേ?
ഇപ്പൊ ക്ലീൻ ആയില്ലേ, സെറ്റ് ആയില്ലേ? സെറ്റായി. പക്ഷെ താഴേക്ക് താഴെ ആദ്യം സെറ്റ് ചെയ്യട്ടെ. ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ കൂടി ചെയ്ത കൺഫ്യൂഷൻ ആവും. അത് ഷോള് വെച്ച സ്ഥലല്ലേ? മുകളിൽ വെക്കണം അല്ലേ? ഓക്കെ. രണ്ടു ദിവസം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവും. എല്ലാ വട്ടവും ഞാൻ തന്നെ വന്ന് ചെയ്തു തരുന്നില്ല. എല്ലാ തവണ നമുക്ക് ഇവരെ വിളിക്കാമല്ലോ. ക്ലീൻ ആയില്ലേ? Tip top. ഇത് നോക്കണ്ടേ? എനിക്കറിയാം, വരുമ്പോ ഞാൻ തന്നെ അത് ഇടയ്ക്ക് കയറ്റി വെച്ച്. അതെന്റെ സെറ്റാ. എന്തായി, കൊറേ നേരം ആയല്ലോ പോയിട്ട്? ഏകദേശമായി വരുന്നു. കഴിഞ്ഞോ? ഫുൾ കഴിഞ്ഞോ? ടെക്സ്റ്റൈൽ കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടോ? അതെ അതെ, അതേപോലെ ഞാനൊന്ന് എത്തി നോക്കട്ടെ. ആ ലക്ഷ്മി അത്യാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം. അല്ല ഞാൻ സോറി കേട്ടോ, ഞാനിങ്ങനെ അത്രയ്ക്ക് ഓർഡർ ആയിട്ട് അടുക്കി വെക്കാറില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ലക്ഷ്മി ഇത് അടിപൊളി, ഭയങ്കര ഓർഡർ ആയിട്ടുണ്ട്. ലക്ഷ്മി പറ, എങ്ങനെയുണ്ട്? ലക്ഷ്മി പറഞ്ഞ പോലൊക്കെ കേട്ട് ചെയ്തോ? ഏകദേശം. പക്ഷെ എനിക്ക് വൈറ്റും കളറൊക്കെ ആയിട്ട് വെക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഈ നോർമൽ OCD-യുടെ ഒക്കെ ഒരു സെക്കൻഡ് തേർഡ് സ്റ്റേജിലാണ് ഇപ്പൊ ആള് നിക്കണത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സെയിം കളേഴ്സ് ഒക്കെ, അതായത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ വൈറ്റ് അടുപ്പിച്ചടുപ്പിച്ച്, പിങ്ക് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച്, അങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. അതൊരു മെനക്കെട്ട് പണിയല്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ ഡ്രസ് വാങ്ങുമ്പോ ചുമപ്പ് അല്ലെങ്കിൽ കറുപ്പ് അങ്ങനെ 2-3 കളർ മാത്രമേ വാങ്ങുള്ളൂ. സൗകര്യമാണല്ലോ, മടക്കി വെക്കാൻ എളുപ്പമായത്. ലക്ഷ്മി പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചു. അതായത് ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മിക്ക് ചെറിയ ക്രൈറ്റീരിയാസ് കാണുമല്ലോ, ചില സാധനങ്ങൾ അവിടെ ഇവിടെ അതൊക്കെ കേട്ടോ പറഞ്ഞതുപോലെ? ഏകദേശം. ഫോൾഡിംഗ് ഒക്കെ കറക്റ്റ് ആണോ? ഇങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് വെക്കുക ലക്ഷ്മി ആണെങ്കിൽ? അതല്ല, അല്ല, എന്നാലും കുഴപ്പമില്ല. പുള്ളിക്കാരി ഏകദേശം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് 100+ മാർക്കാണ്. ആണ്, അതാണ് ബേസിക് മാറ്റർ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണോ? ചെറിയൊരു ഞാൻ നോക്കിയിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, വെൽ ഓഫ്, അടിപൊളിയായിട്ട്. എനിക്കതൊക്കെ നെക്സ്റ്റ് ലെവൽ, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, അപ്പൊ എനിവേസ് എന്തായാലും ഈ ഹാപ്പി മൊമെന്റ് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആക്കാം. അതായത് ചേട്ടൻ ഇത്രയും കബേർഡ് ഒക്കെ ക്ലീൻ ചെയ്ത് ഇത്രയും പണി എടുത്തല്ലേ, അപ്പൊ വെറുതെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്, ഞാനൊരു ഗിഫ്റ്റ് തരാം ചേട്ടന്. ഓക്കെ, അടുത്ത പണിയാണോ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ ഇങ്ങനെ നിക്കുക. എന്താണ് അടുത്ത പണി? കൊച്ചു കള്ളൻ, എല്ലാം അറിയാം. അത് തന്നെ, പണിയിലോട്ട് തന്നെ ഞാൻ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ തവണ ചേട്ടൻ സേഫ് സോൺ ആണ്. അതായത് ഞാൻ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് തരാനായിട്ട് ചെറിയൊരു ഗെയിം ഉണ്ട്. ആ ഗെയിം ജയിച്ചു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും തരാൻ പോകുന്നത്. പക്ഷെ സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നതിന് ഒരു ചെറിയ ക്രൈറ്റീരിയ ഉണ്ട്. ജയിക്കണം. അത് ഓൾറെഡി ജയിച്ചാലല്ലേ ഗിഫ്റ്റ് തരും. പക്ഷെ ആ ഗെയിം ആരൊക്കെ തമ്മിലാ? ചേട്ടനല്ല. അതാ ഞാൻ പറഞ്ഞ, ചേട്ടനെ റെസ്റ്റ് ചെയ്തു, ഞാൻ ലക്ഷ്മിയും കൂടെ. ചെറിയ രീതിയിൽ അങ്ങനെയും പറയാം. ജയിച്ചില്ലെങ്കിൽ മടക്കിയ തുണിയൊക്കെ തിരിച്ചാൽ മതിയാവൂട്ടാ. അത് കൊള്ളാലോ, അത് വല്ലാത്ത ത്രെറ്റനിങ് ആയോ ലക്ഷ്മി? എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതിങ്ങനെ അങ്ങ് തീരും, ആനന്ദിനിട്ട് പണി കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാന്നില്ല. ഞങ്ങൾ അങ്ങനെ വെറുതെ പോകത്തില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റിന് വേണ്ടിയുള്ള ഒരു ഗെയിമാണ്. ലക്ഷ്മി റെഡിയാണോ? പോരാട്ടമാണ് അല്ലേ? അതെ, അത്രയൊക്കെ വേണം. ഓക്കെ, അപ്പൊ എനിവേസ് എന്തായാലും ഗെയിം ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് 3 ഗെയിം കാർഡ് ഉണ്ട്. ഈ ഗെയിം കാർഡ്സിൽ ഏത് ഗെയിം കാർഡ് ആണോ ലക്ഷ്മി എടുക്കുന്നത് ആ ഗെയിം നമ്മൾ കളിക്കും. ഓക്കെ, ചൂസ് ചെയ്തോ, ഏത് വേണം? അടുത്തുള്ളത് തന്നെ എടുത്തല്ലേ? അതെ. ഓ, വാട്ട് എ കോയിൻസിഡൻസ്. ലക്ഷ്മിക്ക് പറ്റിയ ഒരു ഗെയിം തന്നെയാണ് ഇത്. ലക്ഷ്മിക്ക് ശരിക്കും പറ്റിയ ഗെയിമാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിക്കുക, എങ്ങനെയാ ഇത് എടുത്തു നോക്കിയായിരുന്നോ? ഇല്ല. കറക്റ്റ് ഇത് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ഗെയിമിലേക്ക് മൂവ് ചെയ്യാണ്. പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങോട്ട് വരട്ടെ.
ഓക്കെ, അപ്പൊ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ലക്ഷ്മിക്ക് ഗെയിം ഇഷ്ടമാവും. അതിന്റെ റീസൺ എന്താന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഈ കപ്പില് ഈ പല കളറിലെ ജെംസ് അല്ലേ ഇരിക്കുന്നത്. ഈ ജെംസ് സെയിം ആയിട്ട് സെയിം കളറായിട്ട് സോർട്ട് ചെയ്യണം ഓരോ കപ്പിലും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ നമ്പർ 1, ഇപ്പൊ ഈ കപ്പിൽ ഒരു 5 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കപ്പിൽ 5 എണ്ണം തന്നെ വേണം. എല്ലാ കപ്പിലും 5 എണ്ണം വേണം. ഇടുന്ന കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കണം, പക്ഷേ Same സെയിം ആയിരിക്കണം. സെയിം നമ്പേഴ്സ് ആയിരിക്കണം. ഇഫ് അല്ലാന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഔട്ടാവും, മൊത്തത്തിൽ ഗെയിം ഔട്ടാവാണ്. അതുപോലെ തന്നെ അത് ഇങ്ങനെ വാരി എടുത്തിട്ട് ഇടാൻ പറ്റില്ല. അറ്റ് എ ടൈം ഓരോന്ന് വിധം ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലക്ഷ്മിക്ക് ഗെയിം ഇഷ്ടമാവും ഞാൻ പറഞ്ഞത് കാരണം ലക്ഷ്മിക്ക് കബേർഡ് എടുക്കുന്നത് ഇങ്ങനല്ലേ ഇഷ്ടം. ഒരേ സെയിം കളർ ഡ്രസ്, വൈറ്റ് ഇവിടെ വേണം, റെഡ് ഒരേപോലെ വേണം എന്നല്ലേ. ഗെയിം ഇഷ്ടമായില്ലേ? പക്ഷെ കളിക്കാൻ കുറച്ച് റെഗുലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാടാണ്. ആൻഡ് ഇതിനകത്ത് വേറെ അടുത്ത റൂൾ നമ്പർ 3, 1 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. നമ്മുടെ കയ്യിൽ ടൈമർ ഉണ്ട്. ടൈമറിൽ ടൈം നോക്കും. 1 മിനിറ്റിനകം ഫിനിഷ് ചെയ്യണം. 1 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പായി. അപ്പൊ എന്താണോ എത്ര കൗണ്ട് ആണോ ഉള്ളത് അത് നമ്മൾ കൗണ്ട് ചെയ്യാം. ബട്ട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ക്യാൻസലും ചെയ്യും. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോ ഫസ്റ്റ് എങ്കിൽ ഞാൻ കളിക്കാം. ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് ലക്ഷ്മി ടൈമർ നോക്കിയാൽ മതി. ടൈമർ ഓൺ ആക്കുക. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ എന്നോട് സ്റ്റോപ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ നിർത്തും. ഓക്കെ. സോ ഞാൻ ഇനി ഒന്ന് കൗണ്ട് നോക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് ലക്ഷ്മി ഭയങ്കര ഗെയിം സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ഓടി വന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാ 1 7 8. അപ്പൊ ഇതിനകത്ത് 8 ഉണ്ടോ എന്ന് നോക്കാം. 1 7 8. സാധാരണ കണക്കിൽ ഞാൻ വളരെ വീക്കാണ്. 1 2 3 4. ദൈവമേ, ഞാൻ കള്ളിയൊന്നുമല്ല. 5 6 7 8. എട്ടെണ്ണൊക്കെ വാരി ഇട്ടല്ലേ. 1 2 8. മാഡത്തിന് ചെക്ക് ചെയ്യണം. ഓക്കെ, 1 7 8. അപ്പോൾ ഞാൻ എന്താ ഫില്ല് ചെയ്തതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ക്ലാസ്സിലും കറക്റ്റ് 8 തന്നെ ഉണ്ട്. അപ്പോൾ ലക്ഷ്മി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി 9 അല്ലെങ്കിൽ 10 ഫില്ല് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടുക. പ്രൊവൈഡഡ് ദാറ്റ് എല്ലാ ക്ലാസ്സിലും ഇപ്പം 9 എണ്ണം എടുക്കുന്നെങ്കിൽ എല്ലാത്തിലും 9 വേണം. 10 ആണെങ്കിൽ എല്ലാത്തിലും 10 വേണം. ഒരെണ്ണം
ലക്ഷ്മി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ലക്ഷ്മി ഫിനിഷ് ചെയ്യുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ് ആയതിനു ശേഷമാണ് ലക്ഷ്മി ലാസ്റ്റ് ഒരു ജംപ്സ് എടുത്തിട്ടത്. അപ്പൊ സോ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അറ്റ് എ ടൈം ഒരെണ്ണമായിരുന്നു ഇടാൻ പറഞ്ഞത്, ലക്ഷ്മി ഇവിടെ 2 എണ്ണം ഇട്ടു. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നോക്കുമ്പോൾ അതും പറ്റില്ല. ആൻഡ് ലാസ്റ്റത്തെ അതും നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ലക്ഷ്മിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ ലക്ഷ്മി വിഷമിക്കേണ്ട, വേറെയും ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് തന്നെ ലക്ഷ്മിക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ ഞാൻ ഗിഫ്റ്റ് ഒക്കെ എടുക്കാം. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ 2 പേർക്കുമായിട്ട് ഞാൻ ഗിഫ്റ്റ്സ് ഒക്കെ തരാം. ഓക്കെ, അപ്പൊ ആനന്ദ്, ഞങ്ങളുടെ ഗെയിം സെഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കറക്റ്റ് ആൾക്ക് കറക്റ്റ് തന്നെ കിട്ടും ചെയ്ത ഗെയിം അല്ലേ? മറ്റേ ഗെയിം തന്നെ കിട്ടി. പക്ഷെ ലാസ്റ്റ് വന്നപ്പോ ഒരു ചെറിയ ഒരു ഡിഫറൻസിലാണ് പോയത്. അതുവരെ കട്ടക്ക് പിടിച്ചു തന്നു. 8ന്റെ അപ്പുറം വേണം എന്ന് പറഞ്ഞപ്പോ 9 വെച്ച് തന്നെ പുള്ളിക്കാരി ഫില്ല് ചെയ്ത് തുടങ്ങി. നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡിലും ഗെയിം കളിക്കുമെങ്കിൽ ഇത്രയും ഗെയിം സ്പിരിറ്റ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആദ്യമായിട്ടായിരുന്നു. എനിവേസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ആനന്ദനെ കൊണ്ട് ഇത്രയും കബോർഡൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് എല്ലാം എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്. ഓ, അത് കൊള്ളാൻ കേട്ടോ. ഇത് വേണം തഗ്ഗായിട്ട് ഇടാം. എന്റെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഇതാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആനന്ദനെ കൊണ്ട് കുറെ പണിയൊക്കെ എടുപ്പിച്ചതല്ലേ. അപ്പൊ ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ തരട്ടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസ്. മൈ ചോയ്സിന്റെ നല്ല അടിപൊളി ഒരു സാധനം. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. പ്രകൃതിയിലേക്ക് മടങ്ങൂ, ചർമ്മത്തെ സംരക്ഷിക്കൂ, AM ഹെർബൽ പ്രോഡക്ട്സ്. കേരളത്തിൽ 12 സ്റ്റോറുകളുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും ഫേവറേറ്റ് ബ്രാൻഡ് ഫാബ് ഫെദേഴ്സ്. മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ച് കൈ പൊള്ളിയോ? ഒറോട്ടി സ്പെഷ്യൽ അരിപ്പൊടി, ഇനി മാവ് പച്ചവെള്ളത്തിലും കുഴയ്ക്കാം. സ്വാദിഷ്ടമായ അരിപ്പത്തിരി, നൂൽപുട്ട്, ഇടിയപ്പം എന്നിവയുണ്ടാക്കാം. എക്കോ ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്ട്സ് ബയോഗ്രസിന്റെ അടിപൊളി ഒരു സമ്മാനം. അപ്പോൾ അച്ഛനും അമ്മയും നേരത്തെ ലീവ് ചെയ്തു, കുറച്ച് തിരക്കായത് കാരണം. അപ്പൊ അവരോട് പറയാ, ഞങ്ങൾ പോയെന്ന് പറയാ, ഞങ്ങളുടെ ബൈ പറയാ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ എപ്പിസോഡുമായി കാണാം. ടിൽ ദെൻ ദിസ് ഈസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ്. ബൈ. നമ്മുടെ ഓഡിയൻസിന് ഒരു ബൈ പറയാം. Bye.